അപ്പൊ നമ്മുടെ കൊല്ലം സുധിയുടെ ഭാര്യ രേണുവാണ് അപ്പൊ ഇപ്പൊ വിവാദത്തിനകത്ത് പെട്ടേക്കുന്നത്. അപ്പൊ ഈ ഒരു വിവാദം എന്താണെന്ന് നമ്മൾ നോക്കണമെങ്കിൽ മെയിൻ ആയിട്ട് രേണു റീല് ചെയ്തു, ഇതാണ് വിവാദം. അപ്പൊ രേണു ഇവിടെ റീല് ചെയ്യാനായിട്ടുണ്ടായ ആ ഒരു എന്തുകൊണ്ടാണ് ഇവര് റീല് ചെയ്തത്, അതായത് ഇവർക്ക് കൊല്ലം സുധീനോട് സ്നേഹമില്ലേ, ഇങ്ങനെ അന്യൊരു പുരുഷനോടൊപ്പം ഇങ്ങനെ റീലൊക്കെ ചെയ്ത് നടക്കാവൂ, ഇങ്ങനെയാണോ കുടുംബത്തിൽ പിറന്ന പെൺകുട്ടികൾ, ഇങ്ങനെയാണോ അല്ലെങ്കിൽ കുടുംബത്തിൽ പിറന്ന സ്ത്രീകൾ ഇങ്ങനെയാണോ എന്നൊക്കെ ചോദിച്ചിട്ടുള്ള കമന്റുകളാണ്. അപ്പൊ ഈ ഒരു മരണത്തിനെ തന്നെ അതായത് കൊല്ലം സുധിയുടെ ആ ഒരു മരണത്തിനെ തന്നെ നിങ്ങൾ അതിന്റെ വില കളയുന്ന രീതിക്കാണ്, കൊല്ലം സുധീനോട് സ്നേഹമില്ലാതെയാണ് നിങ്ങൾ ഇതൊക്കെ ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കമന്റുകളാണ് ഇവരുടെ അതിന്റെ ഈ റീലിന്റെ അടിയിൽ നോക്കി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്ന പല കമന്റുകളും ഞാനിവിടെ സൈഡിനകത്ത് വെക്കാം. അപ്പൊ ഈ ഒരു ഇതിനെ പറ്റി എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ലൈഫാണ്. ഈ കൊല്ലം സുധി എന്ന് പറഞ്ഞ ആള് നമ്മളെല്ലാവരും വിട്ടുപോയി. അതിനകത്ത് നമുക്ക് എല്ലാവർക്കും വിഷമമുണ്ട്. അതിനെ പറ്റിയിട്ട് പല രീതിക്കുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ നമ്മുടെ സോഷ്യൽ മീഡിയയിനകത്ത് തന്നെ വന്നിട്ടുണ്ട്. അപ്പൊ ആ ഒരു വിഷയത്തിനെ പറ്റി അല്ല നമ്മുടെ വിഷയം എന്ന് പറഞ്ഞാൽ ഇപ്പം എന്ന് പറഞ്ഞാൽ രേണു ആണ് വിഷയം. അപ്പൊ രേണുവിന്റെ അടിയിൽ വരുന്ന ഈ കമന്റ് ഇടുന്നവരോട് എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ലൈഫിനകത്ത് അവർക്ക് ഇഷ്ടമുള്ളത് ചെയ്യും. അതായത് ഇപ്പൊ അവരുടെ ഭർത്താവായിട്ടുള്ള സുധി മരിച്ചു എന്ന് പറഞ്ഞിട്ട് എക്കാലവും ഈ സുധിയുടെ ഓർമ്മേനകത്ത് തന്നെ അവർ ജീവിക്കണം, അല്ലാതെ വേറെ യാതൊരു കാര്യവും ഇവർ ചെയ്യാൻ പാടില്ല. ഇപ്പൊ നമ്മുടെ വിധവകൾ എന്നൊക്കെ പറഞ്ഞാൽ നമുക്കറിയാലോ, വെള്ള സാരിയെ കൊടുത്തിട്ട് അങ്ങനെ വേണം ജീവിക്കാൻ, അല്ലാത്തവരൊന്നും വിധവകളല്ല എന്നൊക്കെയുള്ള ചിന്താഗതിയുള്ള പല ഉളകളും നമ്മുടെ പകൽമാന്യന്മാര് അങ്ങനത്തെ കുറെ ആൾക്കാർ നമ്മുടെ ഇവിടെ ഉണ്ട്. അപ്പൊ ഇതുങ്ങളൊക്കെ പറയാനായിട്ടിട്ട് നമ്മൾ ഒരിക്കലും ജീവിക്കാൻ പാടില്ല. നമ്മൾ നമുക്ക് ഇഷ്ടമുള്ള പോലെ തന്നെ ജീവിക്കണം. ഇപ്പൊ ഇവർ ഈ ഒരു കേസ് എടുത്തു കഴിഞ്ഞാൽ ഇവര് ആ ഒരു റീലിന് വേണ്ടിയിട്ടാണ് ഇവർ ഇങ്ങനെയൊക്കെ അഭിനയിച്ചത്. അത് ജസ്റ്റ് ഒരു അഭിനയമാണ്. ഓക്കെ, അഭിനയമാണ്. ഇനി സപ്പോസ് അത് അഭിനയമല്ല, അത് റിയൽ ലൈഫ് ആണെന്ന് തന്നെ നിങ്ങൾ വിചാരിച്ചു. ഇപ്പൊ സപ്പോസ് അവര് കുറച്ച് കളയുമ്പോൾ അവര് വേറെ കല്യാണം കഴിച്ചെന്ന് വിചാരിച്ചു. വേറെ കല്യാണം കഴിച്ചാൽ നമുക്ക് എങ്ങനെയാണ് അവർ തെറ്റ് പറയാൻ പറ്റുന്നത്? എനിക്ക് മനസ്സിലാവുള്ള കേട്ടോ. കാര്യം അവരുടെ ലൈഫിനകത്ത് അവർക്ക് ഒരു ഘട്ടത്തിനകത്ത് തോന്നണേണ് എനിക്ക് ഒരാളും കൂടെ കൂട്ടായിട്ട് വേണം എന്ന് അവർക്ക് തോന്നിക്കഴിഞ്ഞാൽ അതിനകത്ത് നമുക്ക് എങ്ങനെയാണ് അവരെ തെറ്റ് പറയാൻ പറ്റുന്നത്? കാര്യം അവരുടെ ജീവിതത്തിനകത്ത് എന്ത് ചെയ്യണം എന്ത് ചെയ്യേണ്ടെന്ന് തീരുമാനിക്കണമെന്ന് നമ്മളല്ല, അവരാണ്. അവരുടെ ജീവിതം അവർ തീരുമാനിക്കും. അപ്പൊ നമുക്ക് ഒരിക്കലും നമുക്ക് അതിനകത്ത് പറയാൻ പറ്റില്ല നിങ്ങൾ ഇങ്ങനെ തന്നെ ജീവിക്കണം. ഇപ്പൊ സുധി മരിച്ചു, അപ്പൊ നിങ്ങൾക്ക് സുധിയുടെ ഓർമ്മയിനകത്ത് തന്നെ നിങ്ങളുടെ എക്കാലവും നിങ്ങൾ ജീവിക്കണം. അപ്പൊ അങ്ങനെ ഈ പഴയ ചിന്താഗതികളൊക്കെ തലയിൽ വെച്ചിട്ടിരിക്കുന്ന ആൾക്കാർ ഇപ്പോഴും നമ്മുടെ സമൂഹത്തിനകത്ത് ഉണ്ടെന്നുള്ളതിന്റെ ഒരു എക്സാമ്പിളാണ് ഈ ഒരു വിഷയം എന്നൊക്കെ വേണം നമുക്ക് പറയാൻ. അപ്പൊ എനിക്ക് എത്രയാണ് ഇതിനെപ്പറ്റി പറയാനുള്ളത്. അപ്പൊ എന്താണ് ഇതിനെപ്പറ്റി നിങ്ങൾക്ക് പറയാനുള്ളത്? ഈ വീഡിയോയുടെ കമന്റ് വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാം സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ കാണുന്നവരേക്ക് ടാറ്റ, ബൈ.